അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒരു രാവാണ്. അവസാന 10 ഒറ്റ രാത്രികളിലാണ് ലൈലത്തുൽ ഖദറിന് കൂടുതലും സാധ്യതയുള്ളത് എന്ന ഒരു ഹദീസ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദർ ഏത് രാത്രിയിലാണ് അത് സംഭവിക്കുന്നത് എന്ന് ഒരു പണ്ഡിതന്മാരും ഒരു മഹാന്മാരും നമുക്ക് വ്യക്തമാക്കി പറഞ്ഞ് തരാതെ കാരണം കൊണ്ട് ഒറ്റ രാത്രികളിൽ ധാരാളം അമലുകളെ കൊണ്ട് നാം ധന്യമാക്കുക. ഖുർആനും അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ചൊല്ലി അന്നത്തെ രാത്രി ഹയാത്താക്കുക. അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ധാരാളം സൂറത്തുൽ ഖദർ ധാരാളം പ്രാവശ്യം നാം പാരായണം നടത്തുക. ഹദീസുകളിൽ കാണാം, വഫിൽ ഹദീസി മൻ ഖറഅ സൂറത്തുൽ ഖദരി, ആരെങ്കിലും സൂറത്തുൽ ഖദർ ഓതിയാൽ ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ഈ സൂറത്ത് ആരെങ്കിലും ഓതിയാൽ ഉഅ്തിയ സവാബ മൻ സാമ റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പ് നോക്കിയ, റമളാൻ മാസം മുഴുവനും നോമ്പ് നോക്കിയ ഒരു പ്രതിഫലമാണ് ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ ഖദർ ഓതിയാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത്. മാത്രമല്ല, വഹ്യ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി മുഴുവനും ഉറങ്ങാതെ ഇബാദത്തുകളെ കൊണ്ട് ഹയാത്താക്കിയ ഒരു പ്രതിഫലം അവനിക്ക് ലഭിക്കും. കാരണം അത്രയും മഹത്വമുള്ള ഒരു സൂറത്താണ്. ലൈലത്തുൽ ഖദർ എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം സൂറത്തുൽ ഖദർ ഓതുക. അതുപോലെ തന്നെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ 100 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, സൂറത്തുൽ ഖദർ ആരെങ്കിലും പാരായണം നടത്തിയാൽ അള്ളാഹു അവന്റെ ഖൽബിൽ ഇസ്മുൽ അഅ്ലം ഇട്ട് കൊടുക്കും. ഇസ്മുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ ആ ഇസ്മുൽ അഅ്ലം അവന് പറഞ്ഞ് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് തീർച്ചയായും ഉത്തരമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇസ്മുൽ അഅ്ലം അവൻ എന്താണ് ചോദിക്കുന്നത്, ഇസ്മുൽ അഅ്ലം പറഞ്ഞ് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 99 പേരുണ്ട് അസ്മാഉൽ ഹുസ്ന, അതിൽ ഏതോ ഒരു ഇസ്മുൽ അഅ്ലമാണ്. ഏതാണെന്ന് നമുക്കത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മഹാന്മാരോ പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ അത് നമുക്ക് കിട്ടിയാൽ അത് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതോടെ അള്ളാഹു എളുപ്പമാക്കി തരും, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടും. അപ്പൊ 100 പ്രാവശ്യം പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഖദർ പാരായണം നടത്തുക. അതുപോലെ തന്നെ മൻ ഖറഅ കുല്ല ലൈലത്തിൻ 10 ആയത്തിൻ, ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള എല്ലാ രാത്രികളിലും 10 ആയത്ത്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് 10 ആയത്ത് ആരെങ്കിലും പാരായണം നടത്തിയാൽ ലം യുഹ്റമു ബറകാതുഹാ വ സവാബുഹാ, അവനിക്കൊരിക്കലും ലൈലത്തുൽ ഖദറിന്റെ ബർക്കത്തും അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടൂല, തടയപ്പെടൂല, അവനിക്കത് ലഭിക്കും. 10 ആയത്ത് ഖുർആനിൽ നിന്ന് 10 ആയത്ത് ഓതിയാൽ അവനിക്കൊരിക്കലും അത് നഷ്ടപ്പെടൂല, ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ലഭിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുരുങ്ങിയത് നമുക്കൊരു 1000 പ്രാവശ്യം ചൊല്ലാൻ സാധിക്കും. 3 പ്രാവശ്യം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ, ഗഫറല്ലാഹു ലഹു ബിവാഹിദ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കും. വനജ്നാ മിനന്നാരി ബിവാഹിദ, രണ്ടാമത് പറഞ്ഞപ്പോൾ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. വഅദ്ഖലഹുൽ ജന്ന ബിവാഹിദ, അതേപോലെ തന്നെ മൂന്നാമത് പറഞ്ഞപ്പോൾ എന്തായി, സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് 3 പ്രാവശ്യം ലൈലത്തുൽ ഖദറിന്റെ രാത്രി പറഞ്ഞാൽ, അപ്പൊ 1000 പ്രാവശ്യം പറഞ്ഞാൽ എത്രയാണ് ലഭിക്കുന്നത്? ഒരു 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ നാം ചെലവഴിച്ചാൽ, കൂടിയാൽ ഒരു 1 മണിക്കൂർ ചെലവഴിച്ചാൽ നമുക്ക് ചെല്ലാൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ധാരാളം ചൊല്ലിയാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കും എന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്റുകളെ കൊണ്ടും ഇസ്തിഗ്ഫാർ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, തസ്ബീഹ് നിസ്കാരങ്ങൾ, നമുക്കറിയുന്ന എല്ലാ നന്മകളും ചെയ്ത് റമളാനിൽ അവസാനത്തെ 10 ഒറ്റ രാത്രികൾ, അവസാനത്തെ 10 നാം ധന്യമാക്കുക. എപ്പോഴാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നത്, സംഭവിക്കുന്നത് നമുക്ക് ഉറപ്പോടെ പറയാതെ കൊണ്ട് നമുക്ക് വരുന്ന ഇനിയുള്ള രാത്രികളിൽ നാം ധാരാളം ഇബാദത്തുകൾ ചെയ്ത് ഈ രാത്രികളെ ധന്യമാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.